ഹായ് കൂട്ടുകാരെ, ക്യുലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അവധിക്കാലത്ത് ചെറിയ ചെറിയ കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഏത് കരിയർ ആണ് ഫ്യൂച്ചറിൽ തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെറിയ കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുന്നതായിരിക്കും ഈ സമയത്ത് നമുക്ക് നല്ലത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കരിയർ ആണോ ആ കരിയറിന് സപ്പോർട്ടാകുന്ന അല്ലെങ്കിൽ ആ കരിയറിന് ബേസ് കൊണ്ട് തരുന്ന ഒരു കോഴ്സ് പഠിക്കുന്നതായിരിക്കും നമുക്ക് ഉചിതം. അപ്പം അങ്ങനെയുള്ള കരിയർ ഏതാണെന്ന് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം. അതിന് പറ്റുന്ന ചെറിയ ചെറിയ കോഴ്സുകൾ നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. എന്നിട്ട് ആ കോഴ്സിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് പഠിക്കേണ്ടത് ഏതോ അതാണ് പഠിക്കേണ്ടത്. ഒന്നാമതായിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നോക്കേണ്ടത് നമ്മൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കരിയർ കണ്ടുപിടിച്ചു, അതിന് സ്യൂട്ടാകുന്ന ഒരു കോഴ്സ് കണ്ടുപിടിക്കുന്നു. ആ കോഴ്സിൻ്റെ നമ്മൾ എവിടെയാണോ പഠിക്കാൻ പോകുന്നത് ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ സ്ഥാപനത്തിനെ കുറിച്ച് അറിയണം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ സ്ഥാപനം ഒരു ആയിരിക്കണമെന്നില്ല. നമ്മുടെ ആ കോഴ്സിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് അവരായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ കോഴ്സ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ കോളേജിൽ പഠിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ കോളേജിൽ പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നത് യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഉദാഹരണം മനസ്സിലായോ? അതായത് നമ്മളിപ്പം സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ? പക്ഷെ സ്കൂളല്ല നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് പരീക്ഷാ ഭവനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ കേരള നമ്മുടെ ബോർഡായിരിക്കും സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്ന സ്ഥാപനം തന്നെ ആയിരിക്കണമെന്നില്ല സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റ് തരുന്ന സ്ഥാപനം നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിനെ എന്ത് ചെയ്തിരിക്കണം, അംഗീകരിച്ചിരിക്കണം. അതിൻ്റെ ഒരു അംഗീകൃത ഏജൻസി ആയിരിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനം സർട്ടിഫിക്കറ്റ് തരുന്ന സ്ഥാപനത്തിൻ്റെ അംഗീകൃത ഏജൻസി ആയിരിക്കണം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമ്മുടെ ഗ്രൂപ്പ് വഴിയൊക്കെയോ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനം നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതും പഠിക്കുന്നതും ഒരേ സ്ഥാപനത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനം സർട്ടിഫിക്കറ്റ് തരുന്ന സ്ഥാപനത്തിൻ്റെ അംഗീകൃത ഏജൻസിയാണോ, അതിൻ്റെ അഫിലിയേഷൻ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തും ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. നേരത്തെയൊക്കെ ഉണ്ട്, ഇപ്പോൾ അംഗീകാരം ഇല്ല എന്നുള്ളത് അങ്ങനെയുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. കൂട്ടുകാർ പോയി സമരമൊക്കെ ചെയ്ത്, കാരണം അവരുടെ ഫീസും പോയി, അവർക്ക് സർട്ടിഫിക്കറ്റും ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ പോയ ഒരു സ്ഥാപനത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊരു കർണാടക ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത ഏജൻസിയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ഇടയ്ക്ക് വെച്ച് അവരുടെ അംഗീകാരം പോകുന്നു. അപ്പം 1-2 വർഷത്തെ അങ്ങോട്ട് ഡിപ്ലോമ കോഴ്സായിരുന്നു. അപ്പോൾ അംഗീകാരം ഇപ്പോൾ ഫസ്റ്റ് വർഷം പഠിക്കുമ്പോൾ ഇവർക്ക് അംഗീകാരം ഉണ്ടായിരുന്നു, സെക്കൻഡ് വർഷം പഠിച്ചപ്പോൾ അംഗീകാരം ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഉള്ള സർട്ടിഫിക്കേഷനിൽ വന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ചേരുന്ന സമയത്ത് അംഗീകാരം ഇല്ലാതായി പോയവരുണ്ട്. അപ്പോൾ നമ്മൾ ചേർന്ന് പഠിക്കുന്ന ആ കാലയളവിൽ ഇത് അംഗീകൃത സ്ഥാപനം ആയിരിക്കണം. അപ്പോൾ ആ സ്ഥാപനത്തിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സ്ഥാപനത്തിൽ മുൻപ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് റിവ്യൂസ് എടുക്കുന്നത് നല്ലതായിരിക്കും. എന്ന് കരുതി എല്ലാം അങ്ങ് പൂർണ്ണമായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പം പഠിച്ചിറങ്ങിയ പല കൂട്ടുകാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് അത് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. കാരണം ചിലർക്ക് ആ സ്ഥാപനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല, ചിലർക്ക് അവിടുത്തെ പഠിപ്പീര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല, എന്നാൽ ചിലർക്ക് ഇത് രണ്ടും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കൂട്ടുകാരും ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കേണ്ടത് നമുക്കത് സ്യൂട്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായും പോവുക. അപ്പോൾ സ്ഥാപനത്തെക്കുറിച്ച് അറിയേണ്ടത് ഇതാണ്: അംഗീകൃത ഏജൻസി അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനമായിരിക്കണം. അവിടുത്തെ പഠിപ്പീര് നല്ലതായിരിക്കണം. ആ പഠിപ്പീര് നമുക്ക് പറ്റുന്നതായിരിക്കണം. എല്ലാവർക്കും
ഒരേപോലെ ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് സ്ഥാപനത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കോഴ്സിൻ്റെ സിലബസ്, നമ്മൾ എടുക്കുന്ന നമ്മളുടെ ഇഷ്ടപ്പെട്ട കരിയറിന് വേണ്ടിയിട്ട് ഒരു ബേസിക്സ് എന്നുള്ള രീതിയിൽ പഠിക്കുന്ന ആ കോഴ്സിൻ്റെ സിലബസും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു സിലബസ് നിങ്ങളിനി പഠിക്കരുത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങളതിൽ പഠിക്കുന്നത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇനി ജോലി ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഒരു കാലത്തേക്കൊക്കെയാണ്. അപ്പോൾ ആ കാലത്ത് ഉള്ള ടെക്നോളജിക്ക് അനുസൃതമായിട്ട് ഈ കോഴ്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ആ സിലബസ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നെറ്റിലൊക്കെ നോക്കുക. അതല്ലെങ്കിൽ ഈ കോഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ആൾക്കാരുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യുക. ഓക്കെ, ഈ സിലബസ് ഔട്ട്ഡേറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് കൂടുതലും നെറ്റിൽ നോക്കി അറിയാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം ഫീസ് കൊടുക്കുന്നത് നമ്മളാണ്. ഫീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഫീസിന് നമ്മൾ കൊടുക്കുന്ന ഫീസിനനുസരിച്ചുള്ള സിലബസ് അതിനകത്തുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അല്ലാതെ കുറേ അധികം ബേസിക്സ് പഠിപ്പിച്ചിട്ട് വലിയ ഫീസുകൾ വാങ്ങിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ഞാൻ കാണാറുണ്ട്. നമ്മൾ കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കോഴ്സിന് ചേർന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയും കാര്യം പഠിപ്പിക്കാനാണോ ഇത്രയും വലിയ ഫീസ് വാങ്ങിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. പഠിച്ച് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ മാക്സിമം അതറിയാൻ ശ്രമിക്കുക. അപ്പം നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റും, അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഫീസിന് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കരിയറിനനുസരിച്ചിട്ടുള്ള കോഴ്സാണോ തിരഞ്ഞെടുത്തതെന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനം അംഗീകൃതമാണോ അല്ലയോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. മൂന്നാമത് ഞാൻ പറയുന്നത് സിലബസ് നോക്കണം. സിലബസ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കണം നമ്മൾ പഠിക്കുന്നത്. പിന്നെ അതേപോലെ ഈ സിലബസിനനുസരിച്ചുള്ള ഫീസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന അതോറിറ്റി, ആ അതോറിറ്റിയുടെ തന്നെ സർട്ടിഫിക്കറ്റ് ആണോ നമുക്ക് കിട്ടിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം അത്രയും കാര്യങ്ങൾ അവരുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണോ നമുക്ക് തരുന്നതെന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചോണം. അപ്പം അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള നമ്മൾ ട്രഡീഷണലായിട്ട് കണ്ടുവരുന്ന പല ജോലികളും ചിലപ്പോൾ ഭാവിയിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ എന്ത് ചെയ്യാം, കാണത്തില്ല. നമ്മൾ ഇന്ന ജോലിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ അത്തരം ജോലികളൊന്നും കാണണമെന്നില്ല. അത്തരം ജോലികളൊക്കെ നമ്മുടെ ടെക്നോളജി ഒന്ന് റീപ്ലേസ് ചെയ്തേക്കാം. നിങ്ങൾ കാണുന്ന ന്യൂസാണ്, പല കമ്പനികളിൽ നിന്നുമൊക്കെ പിരിച്ചുവിടുന്നു എന്നുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ മീൻസ് അതിനകത്ത് തന്നെ ഒന്നെങ്കിൽ പുതിയ ടൈപ്പ് ജോലികൾ വന്നേക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള ജോലി തന്നെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പം നിലവിലുള്ള ജോലി പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ജോലികൾ ചെയ്യാൻ അറിയുന്നവരെ മാത്രമേ ജോലിക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ്സ്, റോബോട്ടിക്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റ സയൻസ്, അങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള ജോലികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ജോലികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള ജോലികളൊക്കെ ചെയ്യാനും നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സിലബസ് ആയിരിക്കണം, അതിനനുസരിച്ചുള്ള കോഴ്സ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. അത്തരം സ്ഥാപനവും ആയിരിക്കണം. ഓക്കെ, സ്ഥാപനമൊക്കെ അവർ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ചെറിയ ചെറിയ കോഴ്സുകൾക്കൊക്കെ പോകാനായിട്ട്. കാരണം നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ നമുക്കതിന് ഒരു പ്രയോജനം, നമ്മളുടെ കരിയറിന് അതിനൊരു പ്രയോജനം ഉണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. ഇത് നിങ്ങളുടെ പേരൻസിനോടും പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കുക.